ഡോക്ടർ നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്തയാണ്. അത് നേരത്തെ കണ്ടൊരു സംഭവമാണ്. സൗദിയിലെ ഒരു രാജകുമാരൻ, അബ്ദുള്ള രാജകുമാരൻ എന്നുള്ള ഒരാൾ നേരത്തെ മരണപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ടെല്ലാം വന്നപ്പോൾ അത് ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു. കാരണം ഇദ്ദേഹം അമിതമായ മയക്കുമരുന്നും അതുപോലത്തെ മറ്റു പല നിരോധിക്കപ്പെട്ട മരുന്നുകളും കഴിച്ചാണ്. മദ്യത്തിൻ്റെ അളവാണെങ്കിലും UK അനുവദിക്കുന്നതിൻ്റെ 3 ഇരട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ സൗദി എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതൊരു ഡ്രൈ ഏരിയ ആണല്ലോ. മദ്യം ഇല്ലാത്ത അല്ലെങ്കിൽ മയക്കുമരുന്നില്ലാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പോൾ പിന്നെ കുറച്ച് യൂറോപ്യൻസിനൊക്കെ ആയിട്ട് അനുവദിച്ചിരുന്നു ചില പബ്ബുകളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ ഈ രാജകുമാരന്മാർ ഈ മദ്യത്തിന് അടിമയിൽ അതിന് അങ്ങനെ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല, ഇസ്ലാം മതത്തിലും മദ്യപാനം പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. മതം പറയുന്നുണ്ടിരുന്നു. മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് മക്ക കീഴടക്കുന്ന വേളയിലാണ് പറയുന്നത്, മദ്യം, പന്നി, ബിംബങ്ങളൊന്നും തന്നെ വിശ്വാസികളാരും തന്നെ വിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് 630 മക്ക കീഴടക്കുന്നത്. ആ സമയത്താണ് പറയുന്നത്. പിന്നെ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അൽഖമ എന്ന് പറയുന്ന ഒരാൾ നിവേദനം ചെയ്യുന്നുണ്ട്. അതായത് മദ്യപിച്ചൊരു വിശ്വാസിയെ പിടിച്ച് ചാട്ടവാറിനടിക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മദ്യപാനം പാടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇബ്നു ഉമർ പറയുന്ന ഒരു കാര്യം മുഹമ്മദ് പറഞ്ഞായിട്ട് പറയുന്നത്, ഈ ഭൂമിയിൽ മദ്യപിക്കുന്നവർ ആ മദ്യപിച്ചതിന് ശേഷം അതിൽ പശ്ചാത്താപിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന മദ്യപാനത്തിൽ അവർ പങ്കാളിലാക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മദ്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള വിശ്വാസികൾ മദ്യപിക്കാൻ പാടില്ലെന്നും, എന്നാൽ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് കാണിക്കുന്ന സ്വർഗത്തിൽ ഇത് ലഭ്യമാണെന്ന് തന്നെയാണ് ഇസ്ലാം മതം പറയുന്നത്. മദ്യപ്പുഴയെ പറ്റി പറയുന്നുണ്ടിരുന്നു. മദ്യപ്പുഴയെ പറ്റി മാത്രമല്ല, അതിൽ പറയുന്ന വീഞ്ഞെന്നൊക്കെ പറഞ്ഞ മദ്യം എന്നൊക്കെ പറയുന്നത് ഈ പിഴിഞ്ഞെടുത്ത മദ്യങ്ങളല്ലെന്നാണ് പറയുന്നത്. വേറെ രീതിയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യങ്ങളാണെന്നുള്ള രീതിയിലാണ് ഇസ്ലാം മതം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇസ്ലാം മതം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ മനസ്സിലായി, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ആധുനിക ഇസ്ലാം മതത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ഒരു ആധുനിക പതിപ്പെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിന്ന് പോകുന്ന യഥാർത്ഥ ഇസ്ലാം മതം എന്താണോ അതിൻ്റെ ഒരു രൂപമാണ് വഹാബിസത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് രൂപപ്പെട്ടത് തന്നെ ഇബ്നു ഹംബാലിൻ്റെയൊക്കെ കുറേ തീയറിയോടൊക്കെ ബന്ധപ്പെട്ടാണ്, അവരുടെ ആശയങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്, ഇബിൻ തൈമിയുടെയൊക്കെ. അപ്പോൾ അവരൊക്കെ നിശ്ചിതമായിട്ട് അതിന് വിമർശിക്കുന്നുണ്ട്. ഇബ്നു ഹംബാൽ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ചിരുന്ന, അതായത് ഈ ബാഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ബാഗ്ദാദ് എന്ന് പറയുന്ന അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദിൽ ഒരുമിക്ക ആൾക്കാരും മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഹംബാലിൻ്റെ അനുയായികളാണ് അവിടെയുള്ള വീടുകളെല്ലാം കയറി ഇറങ്ങി മദ്യപിക്കുന്ന ആൾക്കാരെ പിടിച്ച് പുറത്താക്കുന്നു, അവരെ മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ ഈ വാട്ടുന്ന ആൾക്കാരെല്ലാം അടിച്ചോടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സൗദിയിലേക്കും വരുമ്പോൾ, വഹാബിസം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മദ്യപിച്ചിരുന്ന ആൾക്കാരെല്ലാം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ പീഡനം കേൾക്കേണ്ടി വന്നത് ഈ ഷാഫികളായിരുന്നു. ഷാഫി മദ്ഹബിനോട് ബന്ധപ്പെട്ടവരായിരുന്നു. അപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് മതം പറയുകയാണ് പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം ഇസ്ലാം മതത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖലീഫ എന്ന് പറയുന്ന മുവാവി എന്ന് പറയുന്ന ഉമൈസ് ഖാലിഫേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മദ്യപിച്ചിരുന്നു. അദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായിട്ട് ആൾക്കാർ വരുമ്പോൾ കർട്ടൻ്റെ പുറകിൽ നിന്നാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന ഇസ്ലാമിനോട് ബന്ധപ്പെട്ടവർ എൻ്റെ പടയോട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഖാലിദ് ഇബ്നു വലീദ്. അദ്ദേഹം റെഡ് വൈനാണ് ഉപയോഗിച്ചിരുന്നത്. അത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മുഖ്താദർ എന്ന് പറയുന്ന ഒരു ഖലീഫയെ പറ്റി പറയുന്നുണ്ട്. 908-932 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഖലീഫയൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിരന്തരം മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ കൊല്ലുന്ന അദ്ദേഹത്തിന് പടയാളിയായിരുന്നു. കാരണം മദ്യപിച്ച് ഇദ്ദേഹം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പടയാളി അദ്ദേഹത്തെ കൊന്ന് കഴുത്ത് മുറിച്ച് കുന്തത്തിൽ നട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, ഈ അലി എന്ന് പറയുന്നത് 4 ഖലീഫമാരിൽ പ്രധാനപ്പെട്ടതാണ് അലി എന്ന് പറയുന്നത്. അലിയുടെ പുത്രനായിട്ടുള്ള ഹസൻ എന്ന് പറയുന്നത് ഈ സ്ത്രീകളും അതുപോലെ മദ്യപാനത്തിൽ ബന്ധപ്പെട്ടുള്ള അന്തഃപുര ജീവിതം നയിച്ച അവസാനം അവശനായിട്ടാണ് ഹസൻ മരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഈ സംഭവം നിലനിൽക്കുന്നുണ്ട്. മതം പറയുന്നുണ്ട് പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നമുക്കറിയാലോ, നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗങ്ങളാണ് ഈ പറഞ്ഞ മുഗൾ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. മുഗൾ ഭരണാധികാരികളുടെയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു തലമുറ അല്ലെങ്കിൽ അവരുടെ ഒരു ആശയം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒത്തിരി മതവിശ്വാസികൾ ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മുഗൾ ഭരണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മുഗൾ ഭരണത്തിൻ്റെ ഉപജ്ഞാതം എന്ന് പറഞ്ഞാൽ ബാബർ എന്ന് പറയുന്നത് നിരന്തരം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ബാബർ തന്നെ ആ കാലഘട്ടത്തിൽ കാബൂളിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അഫ്ഗാനിസ്ഥാൻ്റെ മേഖലയിൽ നിന്നൊക്കെ അദ്ദേഹം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മദ്യങ്ങൾ മാത്രമല്ല, റെഡ് വൈൻ മാത്രമല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒപ്പിയം ശേഖരിച്ചുകൊണ്ട് ആ ഒപ്പിയത്തോട് മദ്യങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ പുതിയ രീതികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ബാബർ എന്ന് പറയുന്ന ഒരാൾ മദ്യപിക്കാതെ ഇരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ തന്നെ, അതായത് ശനി, ഞായർ, ചൊവ്വ, ബുധൻ എന്ന് പറയുന്ന കുടിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് മദ്യത്തിന് എന്താ പറയുക, അതിൽ നിന്ന് വിമുക്തി നേടിയിട്ടുള്ള ഒരാളായിരുന്നില്ല. മാത്രമല്ല, കുടിക്കാണ്ടിരിക്കുന്ന മറ്റു ദിവസങ്ങളുണ്ട്.
അതായത് ഈ പറയുന്ന തിങ്കൾ വേഴം വെള്ളി എന്ന് പറയുന്നത് ആ ദിവസം എന്നൊക്കെ പറയുന്നത് ഒപ്പിയം പ്രത്യേക രീതിയിൽ ഖരാവസ്ഥയിലാക്കി വേറെ ചാറുകൾ ചേർത്ത് അദ്ദേഹം സേവിക്കുമായിരുന്നു. അതിന് മജൂം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ മദ്യസേവ അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസ്റ്റിലറികളോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഉപജ്ഞാതാക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നീട് വരുന്ന ഹുമയൂൺ എന്ന് പറയുന്നു. ഹുമയൂൺ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് മദ്യപാനത്തേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഒപ്പിയം ചേർത്തുള്ള പദാർത്ഥങ്ങളായിരുന്നു. അപ്പോൾ ഹുമയൂൺ യൗവനത്തിലേക്ക് വരുമ്പോൾ തീരാ തലവേദന അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ യൗവനത്തിൽ തന്നെ ആ തലവേദന മാറ്റാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒപ്പിയത്തിൻ്റെ ഈ അതിൻ്റെ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഈ മറ്റു പദാർത്ഥങ്ങൾ ചേർത്ത് സേവിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ തലവേദന പോലും മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിരന്തരം മദ്യപിക്കുന്ന സമൂഹമായിട്ട് മാറിപ്പോവുകയാണ്. പിന്നീട് അക്ബർ കടന്നു വരുന്നു. അക്ബറും ഈ രീതിയിൽ തന്നെയായിരുന്നു. അക്ബറും ചെയ്യുന്നത് ഈ പറയുന്ന മദ്യത്തേക്കാൾ കൂടുതൽ തന്നെ ഒപ്പിയത്തിൻ്റെ ഒരു ശേഖരമുണ്ട്. ആ ശേഖരത്തോട് ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് പോസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു മദ്യപാന രീതി തന്നെ അക്ബർ ഉണ്ടാക്കുന്നത്. ഫിലിമിയ എന്ന് പറയുന്ന മദ്യപാന രീതികളുണ്ട്, ജമൽ എന്ന് പറയുന്ന മദ്യപാന രീതികളുണ്ട്. ഇതെല്ലാം തന്നെ ഒപ്പിയത്തിൽ നിന്നെടുക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ പറയുന്ന അക്ബർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അക്ബർ മുന്നോട്ട് വെക്കുന്ന പുതിയ രീതി എന്ന് പറയുന്ന സുഗന്ധദ്രവ്യങ്ങളുണ്ട്. സുഗന്ധദ്രവ്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പഴച്ചാറുകളെല്ലാം ഒപ്പിയത്തിൻ്റെ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെ അംശങ്ങൾ ചേർത്തുകൊണ്ട് വളരെ കാഠിന്യമുള്ള മദ്യങ്ങൾ സേവിച്ചാണ് അക്ബർ പോകുന്നത്. അക്ബറിൻ്റെ മക്കളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് തന്നെയാണ്. ഇപ്പോൾ മുറാദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ദാനിയൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, സലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജഹാംഗീർ എന്ന് പറയുന്ന ഒരാൾ. ഇപ്പോൾ മുറാദിൻ്റെ ഒരു കാലഘട്ടം എടുത്തു നോക്കിയാൽ ഈ മുറാദ് എന്ന് പറയുന്ന ആൾ നിരന്തരം മദ്യപിക്കുമായിരുന്നു. അക്ബർ മരിക്കുന്നതിന് 6 വർഷം മുമ്പ് തന്നെ മുറാദ് മരിച്ചു പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് നിരന്തരം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. മാത്രമല്ല മുറാദ് എന്ന് പറയുന്ന ഒരാൾ മദ്യപിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അന്തഃപുരത്തിലേക്ക്, അതായത് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിനുള്ള അന്തഃപുരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ അദ്ദേഹത്തെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം മദ്യപിച്ച് നിലത്ത് നിൽക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു മുറാദ് എന്ന് പറയുന്നത്. ഒരു സമയം അദ്ദേഹം പൂന്തോട്ടത്തിനടുത്തുള്ള ചാലുണ്ട്, വെള്ളം ഒഴുകിപ്പോണ ചാലിൽ മുങ്ങിത്താന്നു പോകുന്നുണ്ട്. മാത്രമല്ല ഒരു സമയത്ത് അയാൾ അടിച്ച് മതോന്മത്തനായിട്ട് ദർബാറിൽ സ്ത്രീകളെ വേഷം ധരിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഗോവയിലുള്ള പോർച്ചുഗീസ് ഭരണാധികാരികളോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ കച്ചവട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സദസ്സിലെത്തുന്നത്. മറ്റൊരു സഹോദരനായിരുന്നു അല്ലെങ്കിൽ ഈ അക്ബറിൻ്റെ മറ്റൊരു പുത്രനായിരുന്നു ദാനിയൽ എന്ന് പറയുന്നത്. ദാനിയൽ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഗസ്നിയിൽ നിന്നുള്ള റെഡ് വൈൻ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ടാക്കി ജലധാര ഉണ്ടാക്കി ആ ജലധാരയിൽ നഗ്നനായി മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ദിവസവും ജീവിതം ആ ഉറക്കത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല ദാനിയൽ എന്ന് പറയുന്ന ഒരാൾ നിരന്തരം മദ്യപിച്ച് ഒട്ടും വയ്യാതാവുന്ന സമയത്ത് അവശനാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്ന ഭൃത്യനോട് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന സൈനികനാണ്. ആ സൈനികൻ വന്നിട്ട് കൊടുക്കുന്ന എന്താണ്, ഈ ദാനിയലിൻ്റെ ഒരു സ്നേഹം കൂടുതൽ കിട്ടും, അദ്ദേഹത്തിന് കൂടുതൽ സേവിച്ച എന്നും പറഞ്ഞ് അദ്ദേഹം ചെല്ലുന്ന വെടിമരുന്ന് വെച്ചിരിക്കുന്ന ബാരലാണ് മദ്യം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ വെടിമരുന്നിലുള്ള അംശങ്ങൾ, തുരുമ്പിൻ്റെ അംശങ്ങൾ ഇതെല്ലാം ചേർന്ന് അദ്ദേഹം കുടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 40 ദിവസത്തോളം വയറുവേദനയായിട്ട് കിടന്ന് പിന്നെ അതിൽ കിടന്ന് അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാലത്തിലൂടെ കടന്നു പോകുന്നത്. മാത്രമല്ല സലിം എന്ന് പറഞ്ഞ ജഹാംഗീർ എന്ന് പറഞ്ഞ് നിരന്തരം മദ്യപിക്കുന്നത് മാത്രമല്ല ഈ വാറ്റിയെടുത്ത സ്പിരിറ്റ് 2 വട്ടം വാറ്റിയെടുത്താണ് അദ്ദേഹം സേവിക്കുന്നത്. അതായത് 20 കപ്പ് മദ്യമാണ് ഈ വാറ്റിയെടുക്കുന്ന മദ്യമാണ് ഈ ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. 14 കപ്പുകൾ പകലും ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം രാത്രിയാണ്. ആ രാത്രിയിൽ ചേർത്ത് കഴിക്കുമ്പോൾ അതിൽ വീഞ്ഞും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം മദ്യപിക്കുന്ന വിഭാഗങ്ങളായിരുന്നു ഇവർ.